ഡിയേഴ്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ഡിലീഷ്യസ് ആയിട്ടുള്ള ഒരു ഡിസേർട്ടാണ്. അപ്പോൾ കുറച്ച് ഐസ്ക്രീമും ഫ്രൂട്ട്സും നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. വെൽക്കം ടു മൈ ചാനൽ. ആദ്യമേ തന്നെ ഞാൻ 1/2 ടേബിൾ സ്പൂൺ ചിയ സീഡ്സ് എടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ 1 മണിക്കൂർ സോക്ക് ചെയ്യാൻ വെക്കാം. ഇനി ഇതിലെ വെള്ളം ഡ്രെയിൻ ചെയ്ത് കളയാൻ വേണ്ടി ഇതൊരു അരിപ്പയ്ക്കകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഉണ്ടെങ്കിൽ സാലഡിന് വെള്ളച്ചൊവയുണ്ടാവും. ഇനി അരിപ്പ ചെറുതായിട്ട് ചുറ്റിച്ചതിലെ വെള്ളം കളയണം. ഒരിക്കലും സ്പൂൺ കൊണ്ട് ഇളക്കി വെള്ളം കളയരുത്. ചിയ സീഡ്സിൻ്റെ ഫ്ലഷി ഭാഗം പോവും. എക്സ്ട്രാ ഉണ്ടായിരുന്ന വെള്ളം കളഞ്ഞ ശേഷം നമുക്ക് ചിയ സീഡ്സ് ഫ്രഷ് ആയിട്ടുള്ളൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഒരു മിക്സിംഗ് ബൗൾ എടുത്ത ശേഷം അതിലേക്ക് ഏകദേശം 1/2 കപ്പോളം ഗ്രേപ്സ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഇനി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് 1/2 കപ്പോളം ചെറുതായിട്ട് കട്ട് ചെയ്ത ആപ്പിളാണ്. ഇനി നല്ല പഴുത്ത ചക്ക ചെറുതായിട്ട് കട്ട് ചെയ്തത് 1/2 കപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 കപ്പ് റോബസ്റ്റ പഴം ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഡ്രെയിൻ ചെയ്ത് മാറ്റി വെച്ച ചിയ സീഡ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഏകദേശം 5 ടേബിൾ സ്പൂണോളം വനില ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഏകദേശം 3 ടേബിൾ സ്പൂണോളം സ്ട്രോബെറി ഐസ്ക്രീം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഐസ്ക്രീമും ഫ്രൂട്ട്സും ഒക്കെ നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. എങ്ങനെ ഉണ്ടാക്കിയാലും ഈ ടേസ്റ്റ് കിട്ടും. ഈ മിക്സിലേക്ക് ഇനി ഏകദേശം 1 ടേബിൾ സ്പൂണോളം തേൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്ത ശേഷം നിങ്ങളുടെ കയ്യിൽ നട്ട്സോ എന്തെങ്കിലും സീഡ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഏകദേശം 1/2 ടേബിൾ സ്പൂണോളം ഞുറുക്കിയ കാഷ്യൂസ് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഏകദേശം 1 ടീസ്പൂണോളം സൺഫ്ലവർ സീഡ്സ് ആഡ് ചെയ്യാം. 1/2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ആൽമണ്ട്സ് കൂടി ചേർത്ത് കൊടുക്കാം. ഫൈനലി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പംകിൻ സീഡ്സ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ഡിസേർട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഡിസേർട്ട് നിങ്ങൾ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഡിസേർട്ടാണ്. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആ ബെൽ ബട്ടൺ കൂടെ അമർത്തിയേക്കണം. അപ്പോൾ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.